ആലുവയിൽ പെൺകുട്ടിയെ കാണാതായ സംഭവത്തിൽ യുവാക്കൾക്കെതിരെ കൂടുതൽ വകുപ്പുകൾ ചുമത്തും. പോക്സോ, തട്ടിക്കൊണ്ടുപോകൽ എന്നീ വകുപ്പുകളാണ് ചുമത്തുക. പെൺകുട്ടിയെ കാണാതായ ദിവസത്തെ CCTV ദൃശ്യങ്ങളും പുറത്തുവന്നു. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണുന്നതാണ് രണ്ട് ചെറുപ്പക്കാർ. അവരാണ് ഇത്തരത്തിൽ ഈ പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയതുമായി ബന്ധപ്പെട്ട് പ്രതിപ്പട്ടികയിൽ ഉള്ളത് എന്നുള്ളതാണ്. ഈ ചെറുപ്പക്കാരാണ് തട്ടിക്കൊണ്ടുപോയത്. ഇവർ പോലീസിന്റെ പിടിയിലാണ്. കൂടുതൽ അന്വേഷണം നടക്കുന്നത്. നവമി ദിനേശ് വിവരങ്ങൾ പങ്കുവെക്കും. നവമി, പോലീസ് ഇപ്പോൾ പറയുന്നത് ഇതിലൊരു ചെറുപ്പക്കാരൊരാളുമായി പെൺകുട്ടി പ്രേമത്തിലായിരുന്നു. അതിനുശേഷം ഇവർക്കൊപ്പം പോകാൻ തീരുമാനിക്കുന്നു. മറ്റു സംസ്ഥാന അസമിലേക്കടക്കം പോകാൻ തീരുമാനിക്കുന്നു. പോലീസിൽ വിവരം കിട്ടിയതിനെ തുടർന്ന് നടക്കുന്നില്ല. അങ്ങനെയല്ലേ? മറ്റുദ്ദേശങ്ങൾ എന്തെങ്കിലും പറയുന്നുണ്ടോ ഈ തട്ടിക്കൊണ്ടുപോകലിൽ? രഞ്ജിത്ത്, അങ്ങനെ തന്നെയാണ് പോലീസ് ഇപ്പോഴും പറയുന്നത്. അതായത് ഈ പെൺകുട്ടിയുമായി ഈ മിൽട്ടൺ എന്ന് പറഞ്ഞ ഒരു കൊൽക്കത്ത സ്വദേശിയാണ്. അയാളുമായി വളരെ കുറച്ച് നാളുകളായി പെൺകുട്ടി സ്നേഹത്തിലായിരുന്നു. അതിനുശേഷം പെൺകുട്ടി 1 മാസം ആയതേ ഉള്ളൂ കേരളത്തിൽ എത്തിയിട്ട്, ആലുവയിൽ എത്തിയിട്ട്. പക്ഷേ കുട്ടിക്ക് ഇവിടെ നിൽക്കാൻ താല്പര്യമില്ല. അതിനാൽ ഈ സുഹൃത്തിനെ വിളിച്ച് വരുത്തുകയും സുഹൃത്തിനോടൊപ്പം തിരിച്ച് കൽക്കത്തയിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള യാത്രയിലായിരുന്നു. അതിനാലാണ് ഇന്നലെ വൈകുന്നേരം വീട്ടിൽ നിന്നും കടയിലേക്ക് എന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങിയ കുട്ടി 6 മണിയായിട്ടും തിരികെ എത്താത്തതിൽ സംശയം തോന്നിയാണ് പോലീസിന് പരാതി നൽകിയത്. പോലീസ് സമീപ പ്രദേശത്തെ CCTV പരിശോധിച്ചപ്പോഴാണ് ഈ പെൺകുട്ടി നടന്നു പോകുന്നതും അതിന് പിന്നാലെയായി 2 യുവാക്കളും പെൺകുട്ടിയുടെ പുറകിലായി പോകുന്നതും കാണുന്നത്. ഇത് ആദ്യം പോലീസിന്റെ സംശയം ഇതൊരു തട്ടിക്കൊണ്ടുപോകലാണോ എന്നായിരുന്നു. പക്ഷെ പിന്നീട് കുറച്ചു സമയം കഴിഞ്ഞപ്പോഴാണ് കുട്ടിയുടെ മാതാവിന്റെ ഫോണിലേക്ക് ഒരു കോള് വരികയും, അതായത് ഈ പെൺകുട്ടി തങ്ങളോടൊപ്പം സുരക്ഷിതയാണ്, തങ്ങൾ തിരിച്ചു പോവുകയാണ് എന്നുള്ളൊരു സന്ദേശമായിരുന്നു ഇവർക്കുണ്ടായിരുന്നത്. ഉടൻ തന്നെ ഈ നമ്പർ പോലീസിന് നൽകുകയും ഈ നമ്പർ കേന്ദ്രീകരിച്ചുള്ളൊരു അന്വേഷണത്തിലാണ് ഈ പെൺകുട്ടി അങ്കമാലിക്ക് അടുത്തുള്ളൊരു ഇതര സംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്ന ഇടത്തു നിന്നും ഈ പെൺകുട്ടിയെ പിടികൂടാനും സാധിച്ചത്. പിന്നീട് പെൺകുട്ടിയുടെ വിശദമായ മൊഴിയെടുത്തു. അപ്പോഴാണ് തന്റെ സമ്മതപ്രകാരമാണ് ഇവർക്കൊപ്പം താൻ പോകുന്നത്. താനും ഈ മിൽട്ടണുമായി കുറച്ച് നാളുകളായി സ്നേഹത്തിലായിരുന്നു. തനിക്ക് ഇവിടെ കേരളത്തിൽ നിൽക്കാൻ താല്പര്യമില്ല, അതിനാലാണ് പോകുന്നതെന്ന് മൊഴി നൽകുകയും ചെയ്തു. പിന്നീട് പെൺകുട്ടിയെ മാതാപിതാക്കളോടൊപ്പം തിരിച്ചയക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയാണ്, 12 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഈ തട്ടിക്കൊണ്ടുപോകൽ, പോക്സോ അടക്കമുള്ള വകുപ്പുകൾ ചുമത്തി ഇവർക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. എന്തായാലും ഇന്ന് തന്നെ അല്പസമയത്തിനുള്ളിൽ തന്നെ ഇവരെ കോടതിയിൽ ഹാജരാക്കാനാണ് പോലീസിന്റെ തീരുമാനം. പെൺകുട്ടി പ്രായപൂർത്തിയാകാത്തതിനാലാണ്, സമ്മതപ്രകാരമാണെങ്കിൽ കൂടിയും പെൺകുട്ടിയെ കൊണ്ടുപോയതിൽ ഇവർക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. ഈ മിൽട്ടൺ, പെൺകുട്ടിയുടെ സുഹൃത്തായ മിൽട്ടന്റെ സുഹൃത്തായ മറ്റൊരാൾക്കുമെതിരെയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഈ പെൺകുട്ടി സ്വമേധയാ തന്നെ ഇവർക്കൊപ്പം പോകാൻ സമ്മതിക്കുകയല്ലായിരുന്നോ? ഇന്നലത്തെ ഒരു സംഭവത്തിന്റെ മൊത്തം ചിത്രം എങ്ങനെയായിരുന്നു? എങ്ങനെയാണ് ഈ പോലീസ് ഇവരിലേക്ക് എത്തിയത്? CCTV ദൃശ്യങ്ങളടക്കം ആ സമയത്ത് തന്നെ പോലീസ് ശേഖരിച്ചിരുന്നോ? അത് തീർച്ചയായും രഞ്ജിത്ത്, വൈകുന്നേരം ഒരു 4 മണിയോട് കൂടിയാണ് പെൺകുട്ടിയെ കാണാനില്ല എന്നുള്ളൊരു പരാതിയുമായി മാതാപിതാക്കൾ ആലുവ ഈസ്റ്റ് പോലീസിനെ സമീപിക്കുന്നത്. ഉടൻ തന്നെ, കാരണം ആലുവ നമുക്കറിയാവുന്നതുപോലെ തന്നെ ആലുവ കേന്ദ്രീകരിച്ച് ഇത്തരത്തിൽ ഇതര സംസ്ഥാന തൊഴിലാളികളുടെ കുട്ടികളെ കാണാതാകുന്നതും പിന്നീട് അവർക്ക് ഈ മരണപ്പെടുന്നതടക്കമുള്ള കാര്യങ്ങൾ നമുക്ക് ഇതിനു മുൻപ് നമ്മുടെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്, അല്ലെങ്കിൽ കണ്ടെത്തിയിട്ടുള്ളതാണ്. ആ ഒരു സംശയത്തിലാണ് പോലീസ് ഉടൻ തന്നെ CCTV അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ചത്. പെൺകുട്ടി കടയിലേക്ക് എന്ന് പറഞ്ഞാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. 6 മണിയോട് കൂടിയും തിരിച്ചു വരാത്തതിനാലാണ് ഇത്തരത്തിലൊരു സംശയത്തിൽ പോലീസിനെ സമീപിക്കുന്നത്. ഉടൻ തന്നെ പോലീസ് ഈ ഭാഗത്തെ, ഈ പെൺകുട്ടി പോയ ഭാഗത്തെ CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുന്നു. അതിൽ നിന്നും വ്യക്തമാണ് പെൺകുട്ടി ആദ്യം നടന്നു പോകുന്നു. കുറച്ചു പുറകിലായി 2 യുവാക്കൾ പെൺകുട്ടിയുടെ പുറകിലായി നടക്കുന്നതും ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുമായിരുന്നു. അപ്പോഴാണ് പോലീസിന് ഒരു സംശയം തോന്നിയത്. ഇത് തട്ടിക്കൊണ്ടു പോകുന്നതാണോ, ഈ യുവാക്കൾ ഈ കുട്ടിയെ തട്ടിക്കൊണ്ട് എവിടെയെങ്കിലും കൊണ്ടുപോയതാണോ എന്നുള്ളൊരു സംശയം പോലീസിന് ആദ്യം ഉണ്ടാകുകയും ചെയ്തു. പിന്നീട് കൂടുതൽ മറ്റ് പോലീസ് സ്റ്റേഷനുകളിലും ട്രാഫിക് പോലീസിനെ അടക്കം ഈ വിവരം അറിയിക്കുകയും ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടെന്ന് അറിയിക്കുകയും ചെയ്തു. അങ്ങനെ ആലുവ കേന്ദ്രീകരിച്ചും എറണാകുളത്തെ വ്യാപകമായി തന്നെ പോലീസ് ഒരു തിരച്ചിൽ നടത്തുന്നുണ്ടായിരുന്നു. ആ സമയത്താണ് കുട്ടിയുടെ മാതാവിന്റെ ഫോണിലേക്ക് ഒരു കോള് വരുന്നു. കുട്ടി തങ്ങളോടൊപ്പം ഉണ്ട്, തങ്ങൾ ഇത് തിരിച്ച് നാട്ടിലേക്ക്
കൊൽക്കത്തയിലേക്ക് തിരിച്ചു പോവുകയാണ് എന്നുള്ളൊരു സന്ദേശമായിരുന്നു മാതാവിന് ലഭിച്ചത്. ഈ ഫോൺ നമ്പർ ഉടൻ തന്നെ പോലീസിന് കൈമാറുകയും പോലീസ് ഇത് പരിശോധിച്ചപ്പോഴാണ് അങ്കമാലി കേന്ദ്രീകരിച്ചാണ് ഈ ടവർ ലൊക്കേഷൻ കണ്ടെത്തിയത്. പിന്നീട് നടത്തിയ പരിശോധനയിലാണ് ഇതര സംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്ന അങ്കമാലിയിലെ ഒരിടത്തു നിന്നും പെൺകുട്ടിയെയും ഈ രണ്ട് സുഹൃത്തുക്കളെയും പോലീസ് പിടികൂടുന്നത്. പിന്നീട് നടത്തിയ വിശദമായ ചോദ്യം ചെയ്യലിലാണ് പെൺകുട്ടി പറയുന്നത് തന്റെ ഇഷ്ടപ്രകാരം ആണ് താൻ ഈ യുവാവിനോടൊപ്പം പോകുന്നത്, തനിക്ക് കേരളത്തിൽ നിൽക്കാൻ താല്പര്യമില്ല, തന്റെ മാതാപിതാക്കൾ ഇവിടെ നിർബന്ധിച്ചാണ് കൊണ്ടുവന്നതെന്ന് പെൺകുട്ടി മൊഴി നൽകുകയും ചെയ്തു. പക്ഷേ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പെൺകുട്ടി പ്രായപൂർത്തിയായിട്ടില്ല, 12 വയസ്സുകാരി മാത്രമാണ്. അതുകൊണ്ടാണ് തട്ടിക്കൊണ്ടുപോകൽ പോക്സോ വകുപ്പുകൾ പ്രകാരം പോലീസ് യുവാക്കൾക്കെതിരെ കേസെടുത്തത്. ശരി, നവമി ദിനേശാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ആലുവയിലാണ് ഈ സംഭവം കഴിഞ്ഞ ദിവസം ഉണ്ടായത്. 12 വയസ്സുകാരിയായ പെൺകുട്ടി അന്യസംസ്ഥാനക്കാരിയുടെ മകളാണ്. അന്യസംസ്ഥാനക്കാരുടെ മകൾ 2 യുവാക്കൾക്കൊപ്പം നാടുവിടാനുള്ള ശ്രമത്തിലായിരുന്നു. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയാണ്. പക്ഷേ അവർ സ്വമേധയാണ് ഈ യുവാവിനൊപ്പം പോയത് എന്ന് പറയുമ്പോൾ തന്നെയും പോക്സോ, തട്ടിക്കൊണ്ടുപോകൽ എന്നീ വകുപ്പുകൾ പ്രകാരം ഇപ്പോൾ കേസ് രജിസ്റ്റർ